ലോകാടിസ്ഥാനത്തിലും നമ്മുടെ രാജ്യത്താണെങ്കിൽ ദേശീയ തലത്തിലും പ്രാദേശികമായും ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കൊളോണിയൽ ആധിപത്യം നിലനിന്നിരുന്നൊരു കാലഘട്ടമുണ്ട്. ഇമ്പീരിയൽ അധിനിവേശം, അധികാരത്തിനു വേണ്ടിയുള്ള കടന്നുകയറ്റമായിരുന്നു. സാമ്രാജ്യ വിപുലീകരണമായിരുന്നു. വെട്ടിപ്പിടിക്കലും കടന്നുകയറ്റവുമായിരുന്നു അതിൻ്റെ അടിസ്ഥാന പ്രചോദനമെന്ന് പറഞ്ഞാൽ, ഇന്ന് ദേശരാഷ്ട്ര സങ്കല്പങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു. സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾ നിലവിൽ വന്നു. എന്നാൽ അധിനിവേശം അവസാനിച്ചിട്ടില്ല. ഇന്ന് സാംസ്കാരിക അധിനിവേശമാണ് ലോകത്തെമ്പാടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സാംസ്കാരിക അധിനിവേശം ബാധിക്കുന്നത്, അത് ഏറ്റവും പ്രതിലോമകരമായ സ്വാധീനം ചെലുത്തുന്നത് ജീവിതത്തിന് കൃത്യമായ നിയമവ്യവസ്ഥയും ചട്ടക്കൂടുമുള്ള, വിശ്വാസ സംഹിതയുള്ള, മതബോധമുള്ള സമൂഹങ്ങളെയാണ്. നിയമങ്ങളില്ലാത്ത, ജീവിതത്തിന് കൃത്യമായ ചട്ടക്കൂടുകളില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു കൾച്ചറൽ ഇൻവേഷൻ ഒരു പ്രശ്നമല്ല. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകേണ്ടതില്ല. എന്നാൽ ഇസ്ലാമിൽ നമ്മൾ ഈ സംസ്കാരം എന്ന പദത്തെക്കുറിച്ച് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, ലോകത്തെ ആദിമ മനുഷ്യൻ ഒരു പ്രവാചകനാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ ഒരു പ്രവാചകനാണ് എന്നതിൻ്റെ അർത്ഥം ആ മനുഷ്യനും തൻ്റെ ഇണക്കും മുന്നോട്ട് പോകുവാനും നിയമങ്ങൾ ആവശ്യമുണ്ട് എന്നാണ്. ഭൂമിയിലേക്കുള്ള അവരുടെ പ്രവേശത്തോടുകൂടി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വരും. ആ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 38-ാമത്തെ ആയത്ത്. ഈ നിയമങ്ങൾ ആരു പറയണമെന്നതാണ് യഥാർത്ഥത്തിൽ പ്രസക്തമായ ചോദ്യം. എന്താണ് സംസ്കാരം? എന്താണ് ജീവിത വ്യവസ്ഥ? എപ്രകാരമാണ് നാം മുന്നോട്ടു പോകേണ്ടത്? അനുവദിക്കപ്പെട്ട കാര്യങ്ങളും നിരോധങ്ങളും ഏതെല്ലാമാണ് എന്ന് ആരു പറയണം? അത് മനുഷ്യൻ്റെ സൃഷ്ടാവായ പ്രപഞ്ചത്തിൻ്റെ തമ്പുരാൻ പറയണമെന്നതാണ് ഇസ്ലാമിൻ്റെ സംശയമില്ലാത്ത പ്രഖ്യാപനം. കാരണം ലോകത്തെ ഏറ്റവും സങ്കീർണമായ ഒരു യന്ത്രമാകുന്ന, ഒരു സൃഷ്ടിയാകുന്ന മനുഷ്യൻ ഏതാണ്ട് 38 മുതൽ 40 ട്രില്യൺ കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട, പ്രായവ്യത്യാസമനുസരിച്ച് അതിൻ്റെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാകും. മനുഷ്യ ശരീരത്തിലെ ഓരോ കോശവും അതിസങ്കീർണമാണെന്ന് മാത്രമല്ല, അത് കൃത്യമായ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആ കോശങ്ങളും അവയവങ്ങളും മാത്രമല്ല, മനുഷ്യൻ്റെ സ്വഭാവം, അവൻ്റെ വ്യക്തിത്വം, അവൻ്റെ സംസ്കാരം, അവൻ്റെ പെരുമാറ്റം, അവൻ്റെ പ്രവൃത്തികളെല്ലാം പ്രധാനമാണ്. ഈ മേഖലകളെയെല്ലാം നിയന്ത്രിക്കുന്ന മൂല്യങ്ങൾ അനിവാര്യമാണ്, അടിസ്ഥാനപരമാണ്. അതിനെയാണ് നമ്മൾ വാല്യൂസ് എന്ന് പറയുക. ഈ നിയമങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടാവായ രക്ഷിതാവ് തന്നെ പറയണം. കാരണം അവൻ്റെ പെരുമാറ്റച്ചട്ടങ്ങളെയും അവൻ്റെ സ്വഭാവത്തെയും അവൻ്റെ സംസ്കാരത്തെയും അവൻ്റെ പ്രവൃത്തികളെയും അവൻ്റെ വ്യക്തിത്വത്തെയും കൃത്യമായി നിർണയിക്കുവാനും നിർവചിക്കുവാനും സാധിക്കുക ആ രക്ഷിതാവിന് മാത്രമാണ് എന്നത് സാമാന്യമായ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതല്ല എൻ്റെ യുക്തി കൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണെങ്കിൽ നിങ്ങൾ 100 മനുഷ്യരെടുത്ത് നോക്കൂ, 100 തരം യുക്തിയായിരിക്കും, 100 അഭിപ്രായ പ്രകടനങ്ങളായിരിക്കും. ഒരു രാഷ്ട്രമാണ്, ഒരു പ്രദേശമാണ് നന്മയും തീരുമാനിക്കേണ്ടത്, തിന്മയും തീരുമാനിക്കേണ്ടത്, നന്മ തിന്മകൾ വ്യവച്ഛേദിക്കേണ്ടത് എന്ന് വന്നാൽ പ്രാദേശികമായ വൈജാത്യങ്ങൾ,
രാഷ്ട്രവ്യത്യാസമനുസരിച്ചുള്ള വൈജാത്യങ്ങൾ, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, ജനപദങ്ങൾക്കനുസരിച്ചുള്ള വ്യതിയാനങ്ങൾ ഒക്കെ അതിൽ വരും. അതുകൊണ്ട് കാലാതിവർത്തിയായി, പ്രദേശങ്ങൾക്കതീതമായി, മനുഷ്യൻ്റെ പരിമിതമായ യുക്തിക്കപ്പുറമുള്ള നിയമനിർദ്ദേശങ്ങൾ പറയേണ്ടത് മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ചും അതിനേക്കാൾ ഉപരി അവൻ്റെ ആത്മാവിനെക്കുറിച്ചും കൃത്യമായി അറിയാവുന്ന അവൻ്റെ സൃഷ്ടികർത്താവാണ് എന്ന് ഇസ്ലാം കൃത്യമായി പറയുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെ പരിചയപ്പെടുത്തിയ ഒരുപാട് പദാവലികളിൽ ഫുർഖാൻ എന്ന പദം ഏറ്റവും പ്രസക്തമായി മാറുന്നത്. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ ഫുർഖാൻ എന്ന. ഫുർഖാൻ എന്ന വാക്കിൻ്റെ അർത്ഥം സത്യാസത്യ വിവേചനം എന്നാണ്. സത്യത്തെയും അസത്യത്തെയും കൃത്യമായി അത് വിവച്ഛേദിച്ചു നൽകുന്നു എന്നാണ്. അതിൻ്റെ 1-ാമത്തെ വചനം ആരംഭിക്കുന്നത് തന്നെ സൂറത്തുൽ ഫുർഖാനിൽ തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. തൻ്റെ ദാസന്റെ മേൽ, ഈ മാനവകുലത്തിനുമേൽ സത്യാസത്യ വിവേചനത്തിനുള്ള പ്രമാണം അഥവാ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചവൻ, ആ രക്ഷിതാവ് അനുഗ്രഹപൂർണനായിരിക്കുന്നുവെന്നാണ്. അതുകൊണ്ട് ഈ നിയമങ്ങൾ എല്ലാ തലങ്ങളിലുമുണ്ട്. വ്യക്തിതലത്തിലുണ്ട്. വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ പാലിക്കേണ്ട സാംസ്കാരികമായ, വ്യക്തിപരമായ, സാമൂഹികമായ, കുടുംബപരമായ, സാമ്പത്തികമായ എല്ലാ മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന നിയമങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ നിരവധി ഇടങ്ങളിൽ അത് വിശദീകരിച്ചു. അതിൻ്റെ വിശദീകരണമായി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ബുഇസ്തു ലിയുതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ് ഞാൻ നിയുക്തനായിരിക്കുന്നത് എന്ന് ഈ ആശയത്തെ സ്വാംശീകരിച്ചുകൊണ്ട് പറഞ്ഞു. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യതകളെക്കുറിച്ച് അവരെ എങ്ങനെ തർബിയത്ത് നടത്തണം, അവർക്കെങ്ങനെ തസ്കിയത്ത് കൊടുക്കണം, അവരെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണമെന്ന് പഠിപ്പിച്ചു. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യതയെക്കുറിച്ച് പഠിപ്പിച്ചു. തന്നെയല്ലാതെ ആരാധിക്കുവാൻ പാടില്ല എന്നതിനോട് ചേർത്തുകൊണ്ട് വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ, പ്രപഞ്ചത്തിൻ്റെ സുഠാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും ഇമ്മാ യബ്ലുഅന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അനിഷ്ടകരമായ ഒരു വാക്കുപോലും പറഞ്ഞു പോകരുത്. വഹ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തെരുവിൽ ഉപേക്ഷിക്കുവാനല്ല. അതേപോലെ തന്നെ വൃദ്ധസദനങ്ങളിൽ ഏൽപ്പിക്കുവാനല്ല. എത്ര വാർത്തകളാണ്, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, സമയം പരിമിതമാണ്. അങ്ങനെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. സാമ്പത്തിക മേഖലയിൽ ധനസമ്പാദനം എങ്ങനെയായിരിക്കണം, അതിൻ്റെ വിനിയോഗം എങ്ങനെയായിരിക്കണം, ഹറാമുകളും ഹലാലുകളും പഠിപ്പിച്ചു. അതിൽ മിതത്വം പാലിക്കുവാൻ പഠിപ്പിച്ചു. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ എന്ന് വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറ ഫുർഖാനിലെ 67-ാമത്തെ വചനത്തിൽ മിതത്വം പാലിക്കുന്നവരാണ്, ദൂർത്തടിക്കുന്നവരോ പിശുക്ക് കാണിക്കുന്നവരോ അല്ല. അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാർ, വിനയാന്യതരായി ഭൂമിയിലൂടെ നടക്കുന്ന മനുഷ്യർ, അവർ സാമ്പത്തിക രംഗത്ത് അച്ചടക്കമുള്ളവരായിരിക്കണമെന്ന് ആ ആയത്ത് നമ്മളെ പഠിപ്പിച്ചു. സമൂഹത്തെ ബാധിക്കുന്ന മദ്യവും മയക്കുമരുന്നും ചൂതാട്ടവും വ്യഭിചാരവും പോലെയുള്ള, മദ്യവും ചൂതാട്ടവും പലപ്പോഴും ഇരട്ടകളാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പ്രയോഗിച്ചത്. ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബു, നിങ്ങളത് വർജിക്കണമെന്ന് സൂറ മാഇദയിലെ 5-ാം അധ്യായം മാഇദയിലെ 90-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ലാ തശ്റബുൽ ഖംർ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ഷൈഇൻ, മദ്യം മുതൽ സിന്തറ്റിക് ഡ്രഗുകൾ വരെ നമ്മുടെ സമൂഹത്തിൻ്റെ താളാത്മകതയെ അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
കനപ്പെട്ട വചനം, ലാ തശ്റബുൽ ഖംർ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ഷൈഇൻ, എല്ലാ തിന്മകളും, കുല്ലി ശർറിൻ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ, എല്ലാ തിന്മകളുടെയും താക്കോൽ അതാണ്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാ തിന്മകളുടെയും കവാടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തുറക്കപ്പെടുക. അതാണ് താക്കോൽ എന്ന് പറഞ്ഞാൽ. എത്ര കൊലപാതകങ്ങളാണ്, എത്ര ബന്ധങ്ങളാണ് ശിഥിലമായി തീരുന്നത്, എത്ര യുവ സമൂഹങ്ങളാണ് അപകടങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, യുവാക്കളെ കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ, സെലിബ്രിറ്റികളെ കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ, ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ. എന്താണ് ഇൻഫ്ലുവൻസ്? നമ്മൾ ദിനേന വായിച്ചു കൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളെ ഇതുമായി ബന്ധിപ്പിച്ച് നോക്കുക. വലാ തഖ്റബുസ് സിനാ ഇന്നഹു കാന ഫാഹിഷ വസഅ സബീല, 17-ാം അധ്യായം സൂറ ഇസ്രായേൽ 32-ാം വചനം. വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകുന്ന ഒരു കാര്യവുമായും നിങ്ങൾക്ക് ബന്ധമുണ്ടാകരുത്, മ്ലേച്ഛമായ പ്രവർത്തനമാകുന്നു. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ സംസ്കാരത്തിന്റെ വിവിധ മേഖലകളെക്കുറിച്ച്, മനുഷ്യൻ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച്, അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, അതിൻ്റെ മഹോന്നതിയെക്കുറിച്ച് പ്രോജ്വലിക്കുന്ന വാക്കുകളിലൂടെ മനോഹരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സംസ്കാരം. എല്ലാ മേഖലയിലും നിയമങ്ങളുണ്ട്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, വിശുദ്ധ ഖുർആന്റെ അനുയായിയെ സംബന്ധിച്ച് കൃത്യമായ മാർഗരേഖയുണ്ട്. അവൻ പ്രാർത്ഥിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലൂടെ, ഇപ്പറയപ്പെട്ട നേർമാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ. അങ്ങനെ 17 പ്രാവശ്യം നിർബന്ധമായി പ്രാർത്ഥിക്കുകയും അതിന് ആമീൻ ചൊല്ലുകയും ചെയ്യാതെ ഒരു വിശ്വാസിക്ക് തൻ്റെ കിടപ്പറയിലേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ ജീവിതത്തിൽ ഇത് രൂഢമൂലമാക്കി. എന്നാൽ ഇതൊന്നും വേണ്ട, ഇതൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയമങ്ങൾ മതി, ഞങ്ങൾക്ക് വേണ്ടത് സർവതന്ത്ര സ്വതന്ത്രമാണ്, പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്, അതിരുകളില്ലാത്ത സ്വതന്ത്രമാണ് എന്ന് പറയുന്ന സോഷ്യൽ ലിബറലിസത്തിന്റെ കാലഘട്ടം, കൾച്ചറൽ ലിബറലിസത്തിന്റെ കാലഘട്ടമാണ് എന്ന്. നിയമങ്ങളൊക്കെ ഈ ജീവിതം ആസ്വദിക്കുന്നതിന് തടസ്സമാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ അടിവസ്ത്രം ഊരി ഉപേക്ഷിക്കുന്നത് പോലെ ഈ നിയമങ്ങളെയെല്ലാം ഞങ്ങൾ ഒഴിവാക്കുന്നു, ഈ മതത്തെ ഞങ്ങൾ ഊരി വലിച്ചെറിയുന്നു, അത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ തലമുറ ലിബറൽ ചിന്താഗതികളുടെ പിന്നാലെ പോവുകയാണ്. ഞങ്ങൾ ശാസ്ത്രവാദികളാണ് എന്നവർ പറയുന്നു. ശാസ്ത്രത്തിന് ചുവട് പിടിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ നിയമങ്ങളെയെല്ലാം നിരാകരിക്കുന്നത്. ശാസ്ത്രം ഒരിക്കലും തന്നെ അന്തിമമായ വാക്കല്ല. നീതിയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, കരുണയെക്കുറിച്ച്, ദയയെക്കുറിച്ച്, മനുഷ്യന്റെ ബാധ്യതകളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഒന്നും കൃത്യമായി നിർവചിക്കുവാനും പഠിപ്പിക്കുവാനും ശാസ്ത്രത്തിന് സാധിക്കുകയില്ല. സയൻസ് ക്യാൻ എക്സ്പ്ലെയിൻ തിങ്സ് ബട്ട് മോറലി ഇറ്റ് ഈസ് ന്യൂട്രൽ എന്ന് പറയാറുണ്ട്. സയൻസിന് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയും, പക്ഷെ ധാർമ്മിക മേഖലയിൽ അതിന് കൃത്യമായ ഉത്തരം നൽകുവാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലിബറൽ കാലഘട്ടത്തിൽ വൈവാഹിക മേഖലയിലായിരുന്നാലും, സാമ്പത്തിക മേഖലയിലായിരുന്നാലും, സാമൂഹിക മേഖലയിലായിരുന്നാലും, കുടുംബരംഗത്തായിരുന്നാലും, ഏതു മേഖലയെടുത്ത് പരിശോധിച്ചാലും അവിടെയൊന്നും നിയമങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയുന്ന പുതിയ വാദഗതികളോട് ഇസ്ലാം പൂർണ്ണമായി വിയോജിക്കുന്നു. ഒരൊറ്റ ഉദാഹരണം നോക്കൂ നിങ്ങൾ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബഅത ഫല്യതസവ്വജ്. യുവസമൂഹമേ, യുവതികളെ, യുവാക്കളെ, നിങ്ങൾക്ക് ബഅത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹിതരാകണം. ഒരു പുരുഷന്റെ കൂടെ ജീവിക്കുവാൻ ഒരു പെൺകുട്ടി ശാരീരികമായി മാനസികമായി പക്വതയെത്തിയാൽ അതാണ് ബഅത്ത്. ഒരു സ്ത്രീയുടെ കൂടെ അവളെ പോറ്റുവാൻ, അവളുടെ കൂടെ ജീവിക്കുവാനുള്ള മാനസികവും ശാരീരികവുമായ പക്വതയും തികവും എത്തിയാൽ അതാണ് ഒരു പുരുഷന്റെ ബഅത്ത്. അതെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവാഹം നിർബന്ധമാണ്. ഇസ്ലാമല്ലാത്ത മറ്റു മതങ്ങളിൽ ബ്രഹ്മചാരിയാവുക, സന്യാസിയാവുക, പരിത്യാഗിയാവുക എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകമായ പദവികളാണ്. എന്നാൽ ഇസ്ലാമിൽ പ്രായപൂർത്തിയായി ഈ തികവെത്തിയാൽ ഒരാൾ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ അവൻ്റെ മതം അപൂർണമാണ്. ഒരാൾ അങ്ങനെ വിവാഹിതനായി കഴിഞ്ഞാൽ ഇദാ തസവ്വജൽ അബ്ദു ഫഖദ് ഇസ്തക്മല നിസ്ഫുദ്ദീൻ ഫല്യത്തഖില്ലാഹ ഫിൻ നിസ്ഫിൽ ബാഖി എന്നാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ.
അയാൾ വിവാഹിതനാകുന്നതോടുകൂടി മതത്തിൻ്റെ പകുതി പൂർത്തിയാക്കി എന്നാണ്. അപ്പോൾ ഒരാൾ പ്രായപൂർത്തിയായിട്ടും വിവാഹിതനാകുന്നില്ല, ഞാൻ ക്രോണിക് ബാച്ചിലറാണ്, എനിക്കിപ്പോൾ വിവാഹം വേണ്ട, ഞാൻ ഏകാഗിയാണ്, ഞാൻ ഒറ്റത്തടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുവെങ്കിൽ അയാളുടെ മതം അപൂർണമാണ് എന്ന് ഇസ്ലാം. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് വൈവാഹിക രംഗത്ത് ഇന്ന് പല പേരുകളിൽ അതാരാണ് അതെൻ്റെ ഫ്രണ്ടാണ്, ഇതാരാണ് ഇതെൻ്റെ ബെസ്റ്റിയാണ്, അതാരാണ് അതെൻ്റെ ഹുക്കപ്പാണ്, ഈ നിൽക്കുന്നത് ആരാണ്, അത് ഞാൻ ഒരു സീസണൽ ഷിപ്പ് ഉണ്ടാക്കിയതാണ്, താൽക്കാലികമായ ഒരു ബന്ധം, ഞങ്ങൾ തമ്മിൽ ലിവിങ് ടുഗദറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ അരാജകത്വം ഇന്ന് വൈവാഹിക രംഗത്ത് പിന്തിരിഞ്ഞ് നടക്കുന്ന യുവസമൂഹത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ആ മേഖലയിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക തനിമയിലേക്ക് ഈ സമൂഹം മടങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ 90% പ്രശ്നങ്ങളും അവസാനിക്കുന്നതായി കാണുവാൻ കഴിയും. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് സാംസ്കാരികമായ ഈ അധിനിവേശം എല്ലാ മേഖലകളിലുമുണ്ട്. മതം മുന്നോട്ട് വെക്കുന്ന കൃത്യമായ സാംസ്കാരിക മൂല്യങ്ങളോടുകൂടി ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോഴാണ് അവർക്ക് സുസ്ഥിരമായി നിലനിൽക്കുവാനും അവരുടെ തലമുറകളെ കൃത്യമായി തർബിയത്ത് നടത്തി അവർക്ക് പരിശീലനം നൽകി വളർത്തിക്കൊണ്ടുവരുവാനും സാധിക്കുക. അങ്ങനെ ഈ ലോകത്ത് ശാന്തമായ ഒരു ജീവിതം, മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാക്കാത്ത ഒരു ജീവിതം, സഹവർത്തിത്വത്തോടുകൂടിയുള്ള ഒരു ജീവിതം, മരണാനന്തരം അള്ളാഹുവിൻ്റെ ഭവനമായ സ്വർഗത്തിൽ അവൻ്റെ സമ്മാനമായി ഒരിടം, ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാംസ്കാരികമായ തനിമ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും മുന്നോട്ട് വെക്കുന്ന മാർഗനിർദ്ദേശങ്ങളെ അനുധാവനം ചെയ്ത് ജീവിതത്തെ യഥാവിധി കരുപ്പിടിപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.